Hi dear friends, welcome to Happy Maths Hour. Happy Maths Hourലേക്ക് സ്വാഗതം. ഞാൻ ആരതി. മെട്രിസസിൽ എക്സസൈസ് 3.3ൽ ക്വസ്റ്റ്യൻ നമ്പർ 7 to ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് മുന്നേ ഇത്രയും കാര്യങ്ങൾ നന്നായി അറിഞ്ഞിരിക്കണം. Let A is a square matrix of order m by m. അതായത് ഞാനിവിടെ പറയുന്ന മെട്രിക്സ് A എന്ന് പറഞ്ഞാൽ അതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. അതിന്റെ ഓർഡർ m by m ആണ്. ഇനി എന്താണ് ഒരു സിമെട്രിക് മെട്രിക്സ്? സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ A ട്രാൻസ്പോസ് ഈക്വൽ ടു A എന്ന് കിട്ടണം. Aയും A ട്രാൻസ്പോസും ഈക്വൽ ആയിട്ട് വന്നാൽ ആ മെട്രിക്സിനെ നമുക്കൊരു സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാം. ഇനി സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്താണ്? A ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് A. A ട്രാൻസ്പോസ് മൈനസ് എക്കാണ് ഈക്വൽ ആയിട്ട് വരുന്നതെങ്കിൽ ആ മെട്രിക്സിനെ നമ്മളൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയും. For any matrix A with real number entries, A plus A transpose is a symmetric matrix and A minus A transpose is a skew symmetric matrix. അതായത് ഏതൊരു സ്ക്വയർ മെട്രിക്സ് A വിത്ത് റിയൽ നമ്പർ എൻട്രീസ് എടുത്താലും, റിയൽ നമ്പർ എൻട്രീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് എയിലെ എലിമെന്റ്സ് എല്ലാം റിയൽ നമ്പേഴ്സ് ആയിരിക്കണം, അത്രയേ ഉള്ളൂ. ഇനി നമ്മളൊരു സ്ക്വയർ മെട്രിക്സ് A എടുത്താൽ A പ്ലസ് A ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ അതൊരു സിമെട്രിക് മെട്രിക്സും ആയിരിക്കും. A മൈനസ് A ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ അതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സും ആയിരിക്കും. ഇനി പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്. എനി സ്ക്വയർ മെട്രിക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഏതൊരു സ്ക്വയർ മെട്രിക്സ് എയും നമുക്ക് സിമെട്രിക് മെട്രിക്സ് പ്ലസ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് എഴുതാം. A equal to symmetric matrix plus skew symmetric matrix. Now A equal to half of A plus A transpose plus half of A minus A transpose. അതിൽ ഈ ഹാഫ് ഓഫ് A plus A transpose എന്ന് പറഞ്ഞാൽ അതൊരു സിമെട്രിക് മെട്രിക്സും ആയിരിക്കും. ഹാഫ് ഓഫ് A minus A transpose എന്ന് പറഞ്ഞാൽ അതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സും ആയിരിക്കും. ഇത്രയും പോയിന്റ്സും നമ്മൾ സിമെട്രിക് മെട്രിക്സ്, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ക്ലാസ് ഇഷ്ടമായാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് പ്രോബ്ലംസ് ചെയ്തു തുടങ്ങാം. Question number 7. Show that the matrix A is a symmetric matrix. നമുക്ക് തന്നിരിക്കുന്ന ഈ മെട്രിക്സ് A ഒരു സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴാണ് ഒരു മെട്രിക്സ് A സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറയാൻ സാധിക്കുന്നത്? A ട്രാൻസ്പോസും Aയും ഈക്വൽ ആയിട്ട് വന്നാൽ നമുക്ക് ആ മെട്രിക്സ് ഒരു സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറയാം. ആദ്യം നമുക്ക് A ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. Aയുടെ ഫസ്റ്റ് റോ A ട്രാൻസ്പോസിലെ ഫസ്റ്റ് കോളം ആകും. എയുടെ സെക്കൻഡ് റോ A ട്രാൻസ്പോസിലെ സെക്കൻഡ് കോളം ആകും. എയുടെ തേർഡ് റോ A ട്രാൻസ്പോസിലെ തേർഡ് കോളം ആകും. നമുക്ക് A ട്രാൻസ്പോസ് കിട്ടി. എയും A ട്രാൻസ്പോസും നമുക്ക് സെയിം മെട്രിക്സ് ആണ് കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? A ട്രാൻസ്പോസ് ഈക്വൽ ടു A. A is a symmetric matrix. Question number 7ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. Show that the matrix A is a skew symmetric matrix. അതായത് നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് A ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴാണ് ഒരു മെട്രിക്സ് A സ്ക്യൂ സിമെട്രിക് ആണെന്ന് പറയാൻ സാധിക്കുന്നത്? A ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് A എന്ന് കിട്ടിയാൽ മെട്രിക്സ് A നമുക്കൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറയാം. നമുക്ക് A ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. എയുടെ ഫസ്റ്റ് റോ A ട്രാൻസ്പോസിലെ ഫസ്റ്റ് കോളം ആകും. എയുടെ സെക്കൻഡ് റോ A ട്രാൻസ്പോസിലെ സെക്കൻഡ് കോളം ആകും. എയുടെ തേർഡ് റോ A ട്രാൻസ്പോസിലെ തേർഡ് കോളം ആകും. നമുക്ക് A ട്രാൻസ്പോസ് കിട്ടി. ഇനി നമുക്ക് A ട്രാൻസ്പോസിൽ നിന്നൊരു -1 പുറത്തേക്ക് എടുക്കാം. -1 ഇൻറ്റു -1 പുറത്തെടുക്കുമ്പോൾ ഈ 0 നമുക്ക് അതുപോലെ തന്നെ എഴുതാം. ഈ -1 എന്താവും? 1 ആവും. അതുപോലെ ഈ 1 ആരാകും? -1 ആവും. എല്ലാത്തിനും സൈൻ ഓപ്പോസിറ്റ് ആവും. ഈ 1 -1 ആവും. 0 അതുപോലെ തന്നെ. ഈ -1 ആരാകും? 1 ആകും. ഈ -1 1. ഈ 1 -1 ആകും. ഈ 0 അതുപോലെ തന്നെ എഴുതാം. ഓക്കെ, നോക്കിക്കേ, ഈ മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മുടെ A മെട്രിക്സ് തന്നെ അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? -1 into A, that is equal to
minus A. അതായത് നമുക്ക് A transpose equal to minus A എന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? A transpose equal to minus A ആണെങ്കിൽ A is a skew symmetric matrix. Question number 8, first question. For the matrix A, verify that A plus A transpose is a symmetric matrix. നമുക്ക് ഇവിടെ ഒരു matrix A തന്നിട്ടുണ്ട്. A plus A transpose ഒരു symmetric matrix ആണോ എന്ന് verify ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമുക്ക് A transpose കണ്ടുപിടിക്കാം. A യുടെ first row A transpose-ലെ first column ആകും. A യുടെ second row A transpose-ലെ second column ആകും. നമുക്ക് A transpose കിട്ടി. ഇനി നമുക്ക് A plus A transpose കണ്ടുപിടിക്കാം. എന്താണ് A plus A transpose? Corresponding elements add ചെയ്യൂ. 1 plus 1 equal to 2, 5 plus 6 equal to 11, 6 plus 5 equal to 11, 7 plus 7 equal to 14. നമുക്ക് A plus A transpose കിട്ടി. ഇനി A plus A transpose ഒരു symmetric matrix ആണോ എന്ന് verify ചെയ്യണം. എപ്പോഴാണ് ഒരു A plus A transpose ഒരു symmetric matrix ആവുക? A plus A transpose-ന്റെ ട്രാൻസ്പോസ് എടുത്താൽ നമുക്ക് A plus A transpose തന്നെ കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? A plus A transpose is a symmetric matrix എന്ന് പറയാം. നമുക്ക് A plus A transpose the whole transpose കണ്ടുപിടിക്കാം. A plus A transpose in the first row, A plus A transpose the whole transpose in the first column ആയി. A plus A transpose in the second row, A plus A transpose the whole transpose in the second column ആയി. A plus A transpose the whole transpose നമുക്ക് കിട്ടി. ഈ A plus A transpose ഉം A plus A transpose the whole transpose ഉം same matrix അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? A plus A transpose the whole transpose equal to A plus A transpose. അതുകൊണ്ട് A plus A transpose is a symmetric matrix. Symmetric matrix. That is A plus A transpose is a symmetric matrix നമ്മൾ verify ചെയ്തു. Question number 8, second question. For the matrix A, verify that A minus A transpose is a skew symmetric matrix. നമുക്കൊരു matrix A തന്നിട്ടുണ്ട്. A minus A transpose ഒരു skew symmetric matrix ആണോ എന്ന് verify ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമുക്ക് A യുടെ transpose കണ്ടുപിടിക്കാം. A യുടെ first row A transpose first column ആയി. A യുടെ second row A transpose second column ആയി. A transpose കിട്ടി. ഇനി A minus A transpose കണ്ടുപിടിക്കാം. എന്താണ് A minus A transpose? ഇത് A, ഇത് A transpose. Corresponding elements തമ്മിൽ subtract ചെയ്യുക. 1 minus 1 equal to 0, 5 minus 6 equal to minus 1, 6 minus 5 equal to 1, 7 minus 7 equal to 0. A minus A transpose കിട്ടി. എപ്പോഴാണ് A minus A transpose ഒരു skew symmetric matrix ആണെന്ന് പറയാൻ സാധിക്കുന്നത്? A minus A transpose-ന്റെ whole transpose എടുത്താൽ minus of A minus A transpose നമുക്ക് കിട്ടണം. നമുക്ക് A minus A transpose-ന്റെ whole transpose കണ്ടുപിടിക്കാം. A minus A transpose-ന്റെ first row A minus A transpose the whole transpose-ന്റെ first column ആയി. A minus A transpose in the second row, A minus A transpose the whole transpose in the second column ആയി. A minus A transpose the whole transpose നമുക്ക് കിട്ടി. എന്താണ് A minus A transpose the whole transpose? 0, 1, minus 1, 0. നമുക്ക് ഇതിൽ നിന്ന് ഒരു minus 1 പുറത്തേക്ക് എടുക്കാം. എന്താകും? 0, minus 1, 1, 0 എന്നാകും. ഈ 0 minus 1 1 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ A minus A transpose തന്നല്ലേ? അതുകൊണ്ട് minus 1 into A minus A transpose എഴുതാം. That is equal to minus of A minus A transpose എന്ന് കിട്ടി. അതായത് A minus A transpose whole transpose നമുക്ക് minus of A minus A transpose എന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? A minus A transpose is a skew symmetric matrix എന്ന് പറയാം. Question number 9. Find half of A plus A transpose and half of A minus A transpose when A equal to 0 AB minus A 0 C minus B minus C 0.
നമുക്ക് ആദ്യം ഹാഫ് ഓഫ് എ പ്ലസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. എയുടെ ഫസ്റ്റ് റോ എ ട്രാൻസ്പോസിൽ ഫസ്റ്റ് കോളം ആയി, എയുടെ സെക്കൻഡ് റോ എ ട്രാൻസ്പോസിൽ സെക്കൻഡ് കോളം ആയി, എയുടെ തേർഡ് റോ എ ട്രാൻസ്പോസിൽ തേർഡ് കോളം ആയി. എ ട്രാൻസ്പോസ് നമുക്ക് കിട്ടി. ഇനി എ പ്ലസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. ഇത് എ, ഇത് എ ട്രാൻസ്പോസ്. കറസ്പോണ്ടിങ് എലിമെന്റ്സ് ആഡ് ചെയ്യാം. 0 പ്ലസ് 0 ഈക്വൽ ടു 0, എ പ്ലസ് മൈനസ് എ ഈക്വൽ ടു 0, ബി പ്ലസ് മൈനസ് ബി ഈക്വൽ ടു 0, മൈനസ് എ പ്ലസ് എ ഈക്വൽ ടു 0, 0 പ്ലസ് 0 ഈക്വൽ ടു 0, c plus minus c equal to 0, minus b plus b equal to 0, minus c plus c equal to 0, 0 plus 0 equal to 0. നമുക്ക് a plus a ട്രാൻസ്പോസ് ഒരു സീറോ മെട്രിക്സ് ആയിട്ടാണ് കിട്ടിയത്. അതുകൊണ്ട് ഹാഫ് ഓഫ് a plus a ട്രാൻസ്പോസ് നമുക്ക് എന്ത് തന്നെ കിട്ടും? ഒരു സീറോ മെട്രിക്സ് തന്നെ കിട്ടും. ഇതാണ് ഹാഫ് ഓഫ് a plus a ട്രാൻസ്പോസിന്റെ ഫൈനൽ ആൻസർ. ഇതൊരു സീറോ മെട്രിക്സ് ആണ്. ഇനി ഹാഫ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. എ ട്രാൻസ്പോസ് നമുക്ക് അറിയാം. ഇനി എന്താണ് എ മൈനസ് എ ട്രാൻസ്പോസ്? ഇത് എ, ഇത് എ ട്രാൻസ്പോസ്. കറസ്പോണ്ടിങ് എലിമെന്റ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം. 0 മൈനസ് 0 ഈക്വൽ ടു 0, എ മൈനസ് മൈനസ് എ ഈക്വൽ ടു 2a, ബി മൈനസ് മൈനസ് ബി ഈക്വൽ ടു 2b, മൈനസ് എ ഈക്വൽ ടു മൈനസ് 2a, 0 minus 0 equal to 0, c minus minus c equal to 2c, minus b equal to minus 2b, minus c equal to minus 2c, 0 minus 0 equal to 0. ഇതാണ് നമ്മുടെ a minus a transpose. a minus a transpose നമുക്കറിയാം. അപ്പോൾ 1/2 into a minus a transpose എന്ത് വരും? a minus a ട്രാൻസ്പോസിലെ ഓരോ എലിമെന്റിനെ നമ്മൾ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1/2 into 0, 1/2 into 2a, 1/2 into 2b, 1/2 into minus 2a, 1/2 into 0, 1/2 into 2c, 1/2 into minus 2b, 1/2 into minus 2c, 1/2 into 0. ആൻസർ എന്ത് വരും? 1/2 into 0, 0 എന്ന് വരും. 1/2 into 2a, a എന്ന് വരും. 1/2 into 2b, b എന്ന് വരും. 1/2 into minus 2a, minus a എന്ന് വരും. 1/2 into 0, 0 എന്ന് വരും. 1/2 into 2c, c എന്ന് വരും. 1/2 into minus 2b, minus b എന്ന് വരും. 1/2 into minus 2c minus c എന്ന് വരും. 1/2 into 0, 0 എന്ന് വരും. ഇതാണ് നമ്മുടെ ഹാഫ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസിന്റെ ആൻസർ. നമുക്ക് 1/2 into a plus a ട്രാൻസ്പോസും കിട്ടി, 1/2 into a minus a ട്രാൻസ്പോസും കിട്ടി. Question number 10. Express the following matrices as a sum of a symmetric and a skew symmetric matrix. നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സുകളെ എല്ലാം സിമെട്രിക് മെട്രിക്സിന്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സം ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി ഒരു തിയറം പഠിച്ചിട്ടുണ്ട്. എന്താണ് ആ തിയറം? Any square matrix A can be expressed as a sum of a symmetric and a skew symmetric matrix. ഏതൊരു സ്ക്വയർ മെട്രിക്സ് A നമുക്ക് സിമെട്രിക് മെട്രിക്സ് പ്ലസ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് എഴുതാം. Where A equal to half of A plus A transpose plus half of A minus A transpose. A നമുക്ക് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അവിടെ ഹാഫ് ഓഫ് A plus A transpose പറഞ്ഞ ഒരു സിമെട്രിക് മെട്രിക്സും ഹാഫ് ഓഫ് A minus A transpose പറഞ്ഞ ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സുമാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഹാഫ് ഓഫ് A plus A ട്രാൻസ്പോസും കണ്ടുപിടിക്കണം, ഹാഫ് ഓഫ് A minus A ട്രാൻസ്പോസും കണ്ടുപിടിക്കണം. എന്നിട്ട് ഇവരെ തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? മെട്രിക്സ് A തന്നെ കിട്ടും. നമുക്ക് പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 10ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കിവിടെ മെട്രിക്സ് A തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് A ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. എങ്ങനെയാ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്നത്? എയുടെ ഫസ്റ്റ് റോ A ട്രാൻസ്പോസിലെ ഫസ്റ്റ് കോളം ആയി, എയുടെ സെക്കൻഡ് റോ A ട്രാൻസ്പോസിലെ സെക്കൻഡ് കോളം ആയി.
നമുക്ക് A ട്രാൻസ്പോസ് കിട്ടി. നമുക്ക് എയും അറിയാം A ട്രാൻസ്പോസും അറിയാം. ഇനി നമുക്ക് ഹാഫ് ഓഫ് A പ്ലസ് A ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. എങ്ങനെയാ ഹാഫ് ഓഫ് A പ്ലസ് A ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്നത്? അതിനുവേണ്ടി ആദ്യം A പ്ലസ് A ട്രാൻസ്പോസ് എന്താണെന്ന് അറിയണം. എന്താണ് A പ്ലസ് A ട്രാൻസ്പോസ്? 3 5 1 minus 1 plus 3 1 5 minus 1 എന്ത് വരും? 6 6 6 minus 2. ഇനി ഹാഫ് ഓഫ് A പ്ലസ് A ട്രാൻസ്പോസ് എന്താണ്? A പ്ലസ് A ട്രാൻസ്പോസിലെ ഓരോ എലിമെന്റിനെ നമ്മൾ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെയാണെന്ന് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 into half 6 into half 6 into half minus 2 into half. ആൻസർ എന്ത് വരും? 3 3 3 minus 1. ഇതാണ് നമ്മുടെ ഹാഫ് ഓഫ് A പ്ലസ് A ട്രാൻസ്പോസ്. ഇനി ഹാഫ് ഓഫ് A മൈനസ് A ട്രാൻസ്പോസ് നമുക്ക് കണ്ടുപിടിക്കാം. എന്താണ് A മൈനസ് A ട്രാൻസ്പോസ് നോക്കാം. 3 5 1 minus 1 minus 3 1 5 minus 1. 3 minus 3 0, 5 minus 1 4, 1 minus 5 minus 4, minus 1 minus minus 1 equal to 0. ഇനി എന്താണ് ഹാഫ് ഓഫ് A minus A ട്രാൻസ്പോസ്? ഹാഫ് ഓഫ് 0 4 minus 4 0. ഓരോ എലിമെന്റിനെയും ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 1/2 into 0, 1/2 into 4, 1/2 into minus 4, 1/2 into 0. ആൻസർ എഴുതിക്കേ. 0 2 minus 2 0. ഇതാണ് നമ്മുടെ ഹാഫ് ഓഫ് A മൈനസ് A ട്രാൻസ്പോസിന്റെ ആൻസർ. നമുക്ക് ഹാഫ് ഓഫ് A പ്ലസ് A ട്രാൻസ്പോസും കിട്ടി, ഹാഫ് ഓഫ് A മൈനസ് A ട്രാൻസ്പോസും കിട്ടി. ഇനി എന്താണ് A? A ഈക്വൽ ടു ഹാഫ് ഓഫ് A പ്ലസ് A ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് ഓഫ് A മൈനസ് A ട്രാൻസ്പോസ്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്താണ് മെട്രിക്സ് A? 3 5 1 minus 1 equal to, ഇനി ഹാഫ് ഓഫ് A പ്ലസ് A ട്രാൻസ്പോസ് എന്താണ്? 3 3 3 minus 1 പ്ലസ് ഹാഫ് ഓഫ് A മൈനസ് A ട്രാൻസ്പോസ് എന്താണ്? 0 2 minus 2 0. This is the answer. Second question, matrix A തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം A ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. എന്താണ് A ട്രാൻസ്പോസ് നോക്കാം. A യുടെ ഫസ്റ്റ് റോ A ട്രാൻസ്പോസിൽ ഫസ്റ്റ് കോളം ആയി, A യുടെ സെക്കൻഡ് റോ A ട്രാൻസ്പോസിൽ സെക്കൻഡ് കോളം ആയി, A യുടെ തേർഡ് റോ A ട്രാൻസ്പോസിൽ തേർഡ് കോളം ആയി. ഇതാണ് നമ്മുടെ A ട്രാൻസ്പോസ്. നമുക്ക് എയും അറിയാം A ട്രാൻസ്പോസും അറിയാം. ഇനി നമുക്ക് ഹാഫ് ഓഫ് A പ്ലസ് A ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യം നമുക്ക് A പ്ലസ് A ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. എന്താണ് A പ്ലസ് A ട്രാൻസ്പോസ്? മെട്രിക്സ് A പ്ലസ് മെട്രിക്സ് A ട്രാൻസ്പോസ്. 6 plus 6 equal to 12, minus 2 plus minus 2 equal to minus 4, 2 plus 2 equal to 4, minus 2 plus minus 2 equal to minus 4, 3 plus 3 equal to 6, minus 1 plus minus 1 equal to minus 2, 2 plus 2 equal to 4, minus 1 plus minus 1 equal to minus 2, 3 plus 3 equal to 6. ഇതാണ് നമ്മുടെ A plus A ട്രാൻസ്പോസ്. ഇനി നമുക്ക് ഹാഫ് ഓഫ് A plus A ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഈ A plus A ട്രാൻസ്പോസിലെ ഓരോ എലിമെന്റിനെ നമ്മൾ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് നോക്കാം. ഹാഫ് ഇൻറ്റു A plus A ട്രാൻസ്പോസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 12. ഹാഫ് ഇൻറ്റു 12 നമുക്ക് 6 എന്ന് കിട്ടും. ഹാഫ് ഇൻറ്റു മൈനസ് 4 മൈനസ് 2 എന്ന് കിട്ടും. ഹാഫ് ഇൻറ്റു 4 2 എന്ന് കിട്ടും. ഹാഫ് ഇൻറ്റു മൈനസ് 4 നമുക്ക് മൈനസ് 2 എന്ന് കിട്ടും. ഹാഫ് ഇൻറ്റു 6 നമുക്ക് 3 എന്ന് കിട്ടും. ഹാഫ് ഇൻറ്റു മൈനസ് 2 മൈനസ് 1 എന്ന് കിട്ടും. ഹാഫ് ഇൻറ്റു 4 2 എന്ന് കിട്ടും. ഹാഫ് ഇൻറ്റു മൈനസ് 2 മൈനസ് 1 എന്ന് കിട്ടും. ഹാഫ് ഇൻറ്റു 6 3 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഹാഫ് ഓഫ് A പ്ലസ് A ട്രാൻസ്പോസിന്റെ ആൻസർ.
എയും അറിയാം എ ട്രാൻസ്പോസും അറിയാം. ഇനി നമുക്ക് ഹാഫ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. എന്താണ് എ മൈനസ് എ ട്രാൻസ്പോസ്? ഇത് നമ്മുടെ മെട്രിക്സ് എ, ഇത് എ ട്രാൻസ്പോസ്. രണ്ടുപേരെയും കൂടി സബ്ട്രാക്ട് ചെയ്തേ. 6 minus 6 equal to 0, minus 2 minus minus 2 equal to 0, 2 minus 2 equal to 0, minus 2 minus minus 2 equal to 0, 3 minus 3 equal to 0, minus 1 minus minus 1 equal to 0, 2 minus 2 equal to 0, minus 1 minus minus 1 equal to 0, 3 minus 3 equal to 0. അതായത് എ മൈനസ് എ ട്രാൻസ്പോസ് നമുക്കൊരു സീറോ മെട്രിക്സ് ആയിട്ടാണ് കിട്ടിയത്. അതുകൊണ്ട് ഹാഫ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ് നമുക്ക് എന്ത് തന്നെ കിട്ടും? ഒരു സീറോ മെട്രിക്സ് തന്നെ കിട്ടും. നമുക്ക് ഹാഫ് ഓഫ് എ പ്ലസ് എ ട്രാൻസ്പോസും കിട്ടി, ഹാഫ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസും കിട്ടി. ഇനി എന്താണ് നമ്മുടെ എ? എ ഈക്വൽ ടു ഹാഫ് ഓഫ് എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ്. ഇനി നമ്മുടെ മെട്രിക്സ് എ എന്തായിരുന്നു? 6 minus 2 2 minus 2 3 minus 1 2 minus 1 3 equal to, ഇനി എന്താണ് ഹാഫ് ഓഫ് എ പ്ലസ് എ ട്രാൻസ്പോസ്? 6 minus 2 2 minus 2 3 minus 1 2 minus 1 3. ഇനി എന്താണ് ഹാഫ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ്? ഒരു സീറോ മെട്രിക്സ് ആണ്. 0 0 0 0 0 0 0 0 0. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 10ലെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് എ. നമുക്ക് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. എയുടെ ഫസ്റ്റ് റോ എ ട്രാൻസ്പോസിൽ ഫസ്റ്റ് കോളമായി, എയുടെ സെക്കൻഡ് റോ എ ട്രാൻസ്പോസിൽ സെക്കൻഡ് കോളമായി, എയുടെ തേർഡ് റോ എ ട്രാൻസ്പോസിൽ തേർഡ് കോളമായി. ഇതാണ് നമ്മുടെ എ ട്രാൻസ്പോസ്. നമുക്ക് എയും അറിയാം എ ട്രാൻസ്പോസും അറിയാം. ഇനി നമുക്ക് ഹാഫ് ഓഫ് എ പ്ലസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യം നമുക്ക് എ പ്ലസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. എന്താണ് എ പ്ലസ് എ ട്രാൻസ്പോസ്? ഇത് നമ്മുടെ മെട്രിക്സ് എ പ്ലസ് ഇത് നമ്മുടെ മെട്രിക്സ് എ ട്രാൻസ്പോസ്. 3 plus 3 equal to 6. 3 plus minus 2 equal to 1. Minus 1 plus minus 4 equal to minus 5. Minus 2 plus 3 equal to 1. Minus 2 plus minus 2 equal to minus 4. 1 plus minus 5 equal to minus 4. Minus 4 plus minus 1 equal to minus 5. Minus 5 plus 1 equal to minus 4. 2 plus 2 equal to 4. ഇതാണ് നമ്മുടെ എ പ്ലസ് എ ട്രാൻസ്പോസ്. ഇനി എന്താണ് ഹാഫ് ഓഫ് എ പ്ലസ് എ ട്രാൻസ്പോസ്? എ പ്ലസ് എ ട്രാൻസ്പോസിലെ ഓരോ എലിമെന്റിനെ നമുക്ക് ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെയാണെന്ന് നോക്കാം. 6 into half. എന്താണ് 6 into half? 3. Half into 1 1 by 2. ഇനി half into minus 5 minus 5 by 2. ഇനി half into 1 1 by 2. ഇനി half into minus 4 minus 2. Half into minus 4 minus 2. Half into minus 5 minus 5 by 2. Half into minus 4 minus 2. Half into 4 2. ഇതാണ് നമ്മുടെ ഹാഫ് ഓഫ് എ പ്ലസ് എ ട്രാൻസ്പോസിന്റെ ഫൈനൽ ആൻസർ. ഇനി നമുക്ക് ഹാഫ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യം എ മൈനസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. എന്താണ് എ മൈനസ് എ ട്രാൻസ്പോസ്? ഇത് നമ്മുടെ മെട്രിക്സ് എ മൈനസ് മെട്രിക്സ് എ ട്രാൻസ്പോസ്. 3 minus 3 equal to 0. 3 minus minus 2 equal to 5. Minus 1 minus minus 4 equal to 3. Minus 2 minus 3 equal to minus 5. Minus 2 minus minus 2 equal to 0. 1 minus minus 5 equal to 6. Minus 4 minus minus 1 equal to minus 3. Minus 5 minus 1 equal to minus 6. 2 minus 2 equal to 0. ഇതാണ് നമ്മുടെ എ മൈനസ് എ ട്രാൻസ്പോസ്. ഇനി എന്താണ് ഹാഫ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ്? എ മൈനസ് എ ട്രാൻസ്പോസിലെ ഓരോ എലിമെന്റിനെ നമ്മൾ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്ത് വരും നോക്കാം. ഹാഫ് ഇൻറ്റു 0. ഹാഫ് ഇൻറ്റു 0 ഈക്വൽ ടു 0.
half into 5 equal to 5 by 2, half into 3 equal to 3 by 2, half into minus 5 equal to minus 5 by 2, half into 0 equal to 0, half into 6 equal to 3, half into minus 3 equal to minus 3 by 2, half into 6 equal to minus 3, half into 0 equal to 0. ഇതാണ് നമ്മുടെ half of A minus A transpose ന്റെ final answer. നമുക്ക് half of A plus A transpose കിട്ടി, half of A minus A transpose കിട്ടി. ഇനി എന്താണ് മെട്രിക്സ് A? മെട്രിക്സ് A equal to half of A plus A transpose plus half of A minus A transpose. നമുക്ക് ഫൈനൽ ആൻസർ എഴുതാം. ഇത് നമ്മുടെ മെട്രിക്സ് A. മെട്രിക്സ് A equal to half of A plus A transpose plus ഇത് നമ്മുടെ half of A minus A transpose. Question number 10 fourth question നോക്കാം. മെട്രിക്സ് A തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം A ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. A യുടെ ഫസ്റ്റ് റോ A ട്രാൻസ്പോസിൽ ഫസ്റ്റ് കോളം ആയി, A യുടെ സെക്കൻഡ് റോ A ട്രാൻസ്പോസിൽ സെക്കൻഡ് കോളം ആയി. ഇതാണ് നമ്മുടെ A ട്രാൻസ്പോസ്. നമുക്ക് മെട്രിക്സ് Aയും അറിയാം, A ട്രാൻസ്പോസും അറിയാം. ഇനി A പ്ലസ് A ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. എന്താണ് A പ്ലസ് A ട്രാൻസ്പോസ്? ഇത് A, ഇത് A ട്രാൻസ്പോസ്. തമ്മിൽ ആഡ് ചെയ്തേ 1 plus 1 equal to 2, 5 plus minus 1 equal to 4, minus 1 plus 5 equal to 4, 2 plus 2 equal to 4. ഇതാണ് നമ്മുടെ A plus A transpose. ഇനി half of A plus A transpose എന്താണ്? നമ്മുടെ A plus A transpose ഓരോ എലിമെന്റിനെ നമ്മൾ half കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. half into 2 equal to 1, half into 4 equal to 2, half into 4 equal to 2, half into 4 equal to 2. ഇതാണ് നമ്മുടെ half of A plus A transpose. ഇനി A minus A transpose കണ്ടുപിടിക്കാം. എന്താണ് A minus A transpose? മെട്രിക്സ് A minus A transpose. കറസ്പോണ്ടിങ് എലിമെന്റ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്തേ 1 minus 1 equal to 0, 5 minus minus 1 equal to 6, minus 1 minus 5 equal to minus 6, 2 minus 2 equal to 0. ഇതാണ് നമ്മുടെ A minus A transpose. ഇനി half of A minus A transpose എന്താണ്? A minus A transpose ഓരോ എലിമെന്റിനെ നമുക്ക് half കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. half into 0 equal to 0, half into 6 equal to 3, half into minus 6 equal to minus 3, half into 0 equal to 0. ഇതാണ് നമ്മുടെ half of A minus A transpose. നമുക്ക് half of A plus A transpose കിട്ടി, half of A minus A transpose കിട്ടി. ഇനി എന്താണ് A? A equal to half of A plus A transpose plus half of A minus A transpose. നമുക്ക് ഫൈനൽ ആൻസർ എഴുതാം. ഇത് നമ്മുടെ മെട്രിക്സ് A. മെട്രിക്സ് A equal to ഇത് half of A plus A transpose plus ഇത് നമ്മുടെ half of A minus A transpose. ഇതാണ് ഫൈനൽ ആൻസർ. Question number 11. If A, B are symmetric matrices of same order, then AB minus BA. അതായത് Aയും Bയും symmetric matrices ആണ്. AB minus BA skew symmetric ആണോ, symmetric ആണോ, zero matrix ആണോ, identity matrix ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. എയും ബിയും സിമെട്രിക് മെട്രിക്സസ് ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ A ട്രാൻസ്പോസ് ഈക്വൽ ടു A എന്ന് എഴുതാം, B ട്രാൻസ്പോസ് ഈക്വൽ ടു B എന്ന് എഴുതാം. ഇനി C ഈക്വൽ ടു AB മൈനസ് BA എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ C ട്രാൻസ്പോസ് എന്ത് വരും? AB മൈനസ് BA ദ ഹോൾ ട്രാൻസ്പോസ് വരും. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് P മൈനസ് Q ദ ഹോൾ ട്രാൻസ്പോസ് എന്താണ്? P ട്രാൻസ്പോസ് മൈനസ് Q ട്രാൻസ്പോസ് ആണ്. നമുക്കിതൊന്ന് മാറ്റി എഴുതാം. ഇത് ഈക്വൽ ടു C ട്രാൻസ്പോസ് ഈക്വൽ ടു AB ട്രാൻസ്പോസ് മൈനസ് BA ട്രാൻസ്പോസ് എന്ന് എഴുതാം. ഇനി എന്താണ് AB ട്രാൻസ്പോസ്? AB ട്രാൻസ്പോസ് ഈക്വൽ ടു B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ് ആണ്. നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സിൽ പഠിച്ചതാണത്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ BA ട്രാൻസ്പോസ് എന്താണ്? A transpose into B transpose. നമുക്ക് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. C transpose equal to B transpose A transpose minus A transpose B transpose.
എന്താണ് ഈ ബി ട്രാൻസ്പോസും എ ട്രാൻസ്പോസും ഒക്കെ എയും ബിയും തന്നല്ലേ? സോ സി ട്രാൻസ്പോസ് ഈക്വൽ ടു ബി എ മൈനസ് എ ബി എന്ന് എഴുതാം. സി ട്രാൻസ്പോസ് ഈക്വൽ ടു നമുക്കൊരു നെഗറ്റീവ് പുറത്തെടുക്കാം, മൈനസ് പുറത്തെടുക്കാം, എ ബി മൈനസ് ബി എ എന്ന് എഴുതാം. എന്താണ് നമ്മുടെ എ ബി മൈനസ് ബി എ? സി അല്ലേ? അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേ. സി ട്രാൻസ്പോസ് ഈക്വൽ ടു നമുക്ക് മൈനസ് സി എന്ന് കിട്ടി. അതായത് എ ബി മൈനസ് ബി എ ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ ബി മൈനസ് ബി എ എന്നാണ് നമുക്ക് കിട്ടിയത്. ഇത് എന്തിന്റെ കണ്ടീഷനാണ്? ഇതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. അതായത് എ ബി മൈനസ് ബി എ ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. If A and B are symmetric matrices of same order, then AB minus BA is a skew symmetric matrix. നമ്മൾ പ്രൂവ് ചെയ്തു. Question number 12. നമുക്കൊരു മെട്രിക്സ് A തന്നിട്ടുണ്ട്. cos x minus sin x, sin x, cos x and A plus A transpose equal to I എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ xന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് നമ്മുടെ മെട്രിക്സ് എ? ഇതാണ് നമ്മുടെ മെട്രിക്സ് എ. ഇനി നമുക്ക് എ ട്രാൻസ്പോസ് ആദ്യം കണ്ടുപിടിക്കാം. മെട്രിക്സ് എയുടെ ഫസ്റ്റ് റോ എ ട്രാൻസ്പോസിൽ ഫസ്റ്റ് കോളമായി, മെട്രിക്സ് എയുടെ സെക്കൻഡ് റോ എ ട്രാൻസ്പോസിൽ സെക്കൻഡ് കോളം ആയി. ഇതാണ് നമ്മുടെ എ ട്രാൻസ്പോസ്. നമുക്ക് എയും അറിയാം എ ട്രാൻസ്പോസും അറിയാം. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാമല്ലോ. ഇത് മെട്രിക്സ് എ, ഇത് എ ട്രാൻസ്പോസ്, തമ്മിൽ ആഡ് ചെയ്യാം. cos x plus cos x എന്താണ്? cos x plus cos x നമുക്ക് 2 cos x എന്ന് കിട്ടും. മൈനസ് sin x plus sin x എന്താണ്? 0 എന്ന് കിട്ടും. ഇനി sin x plus minus sin x എന്താണ്? അത് നമുക്ക് 0 എന്ന് കിട്ടും. cos x plus cos x എന്താണ്? 2 cos x എന്ന് നമുക്ക് കിട്ടും. a plus a ട്രാൻസ്പോസ് നമുക്ക് എന്ത് കിട്ടി? 2 cos x 0 0 2 cos x എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? a plus a ട്രാൻസ്പോസ് ഈക്വൽ ടു I എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 cos x 0 0 2 cos x ഈക്വൽ ടു 1 0 0 1 എന്ന് എഴുതാം. 2 cos x ഈക്വൽ ടു 1 എന്ന് നമുക്ക് എഴുതാം. ഇക്വാലിറ്റി ഓഫ് മെട്രിസസ് എന്ന കൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ cos x ഈക്വൽ ടു ഹാഫ് എന്ന് എഴുതാം. x ഈക്വൽ ടു cos ഇൻവേഴ്സ് ഹാഫ് എന്ന് എഴുതാം. cos ഇൻവേഴ്സ് ഹാഫ് എന്താണ്? 60 ഡിഗ്രി which is equal to pi by 3. ഓപ്ഷൻ ബി pi by 3 ആണ് കറക്റ്റ് ആൻസർ. ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ദയവായി ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ടേക്ക് കെയർ ആൻഡ് ബൈ.